താങ്കൾ ചോദിച്ച ചോദ്യം കേരളത്തിൽ നടക്കാൻ പോകുന്നു. കേരളത്തിൽ ഓൾറെഡി ഒരു കോക്കസ് വർക്ക് ചെയ്യുന്നുണ്ട്. ആ കോക്കസിനനുസരിച്ച് മാത്രമേ നോക്കൂ, ഞാൻ പറഞ്ഞ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനെ തീരുമാനിക്കുന്നതുമായി ബന്ധപ്പെട്ട് നോക്കൂ, ഒരു ഇലക്ഷൻ കമ്മീഷൻ എങ്ങനെയാണ് രാജ്യത്ത് ഇടപെടുന്നതെന്ന് നമ്മൾ പലപ്പോഴും കോൺഗ്രസ് ഉൾപ്പെടെയുള്ള രാജീവ് ഗാന്ധിയുടെ മകൻ രാഹുൽ ഗാന്ധി വരെ വിമർശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് കൂടെ നമ്മൾ കടന്നു പോകുന്നത്. ഈ പറയുന്ന ഇന്ത്യ മഹാരാജ്യത്ത് ഇലക്ഷൻ കമ്മീഷനെ ഏറ്റവും കൂടുതൽ വിമർശിക്കുന്ന ആള് രാഹുൽ ഗാന്ധിയാണെന്ന് ഇവർ പറയുന്നെങ്കിൽ, അവരുടെ കൂട്ടത്തിലുള്ള ഒരു കേന്ദ്രത്തിന് വരെ കത്തയച്ച ശേഷവും അദ്ദേഹത്തെ തന്നെ സംഘപരിവാറുമായി താല്പര്യമുള്ള ഒരാളെ അപ്പോയിൻറ്റ് ചെയ്ത് ഒരു ഡിസ്പ്യൂട്ടും ഇല്ലാതെ ഗവർണർ അത് അപ്പോയിൻറ്റ് ചെയ്തു. അതിന് കാരണം എന്താ? കാര്യം അവർക്ക് വേണ്ടപ്പെട്ട ആരാ വന്നിരിക്കുന്നത്? മഹാത്മാഗാന്ധി സിൻഡിക്കേറ്റിൽ വന്നത് നമ്മൾ കണ്ടു. ഈ പറയുന്ന കേരളത്തിലെ ഒരു സീനിയർ IAS ഉദ്യോഗസ്ഥൻ ഗവർണർ വിളിച്ച സൽക്കാരത്തിന് പോയി. ആ ആള് കുത്തിയിരുന്ന് രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും ഈ പറയുന്ന കേരളത്തിലെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനെ വൃത്തികേട് പറയുന്ന പ്രോസസ്സിലാണ് അദ്ദേഹം ഏർപ്പെട്ടുകൊണ്ടിരുന്നത്. ഇതൊക്കെ ആരുടെ ധൈര്യത്തിലാണ്? ഇതാണ് ആദ്യത്തെ കാര്യം. അത് കഴിഞ്ഞ് വരുന്നതാണ് താങ്കൾ ചോദിച്ച കേന്ദ്രവുമായി ബന്ധപ്പെട്ട അദാനിയുടെ താല്പര്യങ്ങൾ. നോക്കൂ, അദാനിക്കെതിരെ ഒരു ചെറുവിരൽ പോലും കേന്ദ്രം അനക്കാൻ പോകുന്നില്ല. നാഷണൽ സെക്യൂരിറ്റിയുടെ വിഷയമൊക്കെ നമ്മൾ പറഞ്ഞാലും അവർ വേവിയർ കൊടുക്കും. അവർ പറയും നാഷണൽ സെക്യൂരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അതിനകത്ത് ഒരു റോൾ വരുമായിരിക്കും. അവർ പറയും ഒരു പ്രശ്നം ഉണ്ടാകത്തില്ലെന്ന് അവർ തന്നെ പറയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അങ്ങനെയാണ് രാജ്യത്തെ കാര്യങ്ങൾ വർക്ക് ചെയ്യുന്ന രീതി, അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ ആദ്യം തന്നെ നോക്കൂ, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇവരുടെ കക്ഷത്തിൽ തല കൊണ്ടുവെക്കുമ്പം കോൺഗ്രസ്സുകാരനല്ല കൊണ്ടുവെക്കുന്നത്. കേരളത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടാത്ത സാഹചര്യത്തിലേക്ക് വരുന്ന ആ കക്ഷത്തിൽ കൊണ്ട് തലവെക്കുന്ന അവസ്ഥയായി മാറുന്നുണ്ട് എന്നുള്ളതാണ് പ്രശ്നം. VD സതീശൻ ഒരു ഏറ്റുമുട്ടലും തയ്യാറല്ല. ഏറ്റുമുട്ടി മാത്രമാണ് CPM ഈ കഴിഞ്ഞ 10 വർഷം അവിടെ നിന്നത്. അതിനകത്ത് അമിക്കബിളി സെറ്റിൽ ചെയ്യേണ്ട വിഷയത്തിൽ സംസ്ഥാനത്തിൻ്റെ താല്പര്യം അനുസരിച്ച് പോയി ഗവർണറെ കണ്ടിട്ടുണ്ടെങ്കിൽ ആ കണ്ടതിനൊക്കെ ഡീലാന്ന് പറഞ്ഞവരായവർ അല്ലേ? അല്ല, ആ ഡീല് വയാവിഴിഞ്ഞമാണോ ലാൽകുമാർ? ആ ഡീൽ ഇപ്പോൾ കേരള രാഷ്ട്രീയം തിരിച്ചറിഞ്ഞ നിലവിലെ ഭരണത്തിന്റെ ആ ഡീൽ അത് വയാവിഴിഞ്ഞമാണോ? ഇതിനകത്ത് പ്രശ്നം എന്നറിയോ? താങ്കൾ ചോദിക്കുന്ന ചോദ്യം വിഴിഞ്ഞത്തെ കൊണ്ട് കെട്ടുകയാണ്. ഞാൻ വിഴിഞ്ഞത്തിൽ മാത്രമല്ല നിൽക്കുന്നതെന്നുള്ളതാണ് എൻ്റെ പ്രശ്നം. ഞാൻ പറഞ്ഞു, ഇവർ തമ്മിൽ എന്തൊക്കെ ഇവരുടെ താല്പര്യങ്ങൾ എന്താണോ, BJPയുടെ താല്പര്യം എന്താണ്, അദാനിയുടെ താല്പര്യം, അല്ലെങ്കിൽ എന്താണ് ലോക് ഭവൻ്റെ താല്പര്യം, ഇതെല്ലാം കൂടെ ചേർന്ന് വെച്ച് അതിൻ്റെ താല്പര്യത്തിലേക്ക് ചുരുങ്ങാൻ ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, എൻ്റെയും നിങ്ങളുടെയും നമ്മുടെ എല്ലാ മുഖ്യമന്ത്രിയായിട്ടുള്ളൊരു മനുഷ്യന് താഴേണ്ട വരുമോ? കേരളം അടിയുറച്ച് നിന്ന ആൻറ്റി സംഘപരിവാർ രാഷ്ട്രീയത്തിനെ, ആ വാല്യൂസിനെ അബാൻഡൻ ചെയ്തുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അദ്ദേഹം മറുപടി പറയുന്നില്ല. അദ്ദേഹം കേരളത്തിലെ മാധ്യമങ്ങളെ എല്ലാം കൂടെ ചേർത്ത് കൈരളിയെയും ദേശാഭിമാനിയെയും മാത്രം ഒഴിച്ച് ഒരു മീറ്റിംഗ് നടത്തിയത് കഴിഞ്ഞ പ്രാവശ്യം ഓർക്കുന്നുണ്ട്. നമ്മളതിനെ ചർച്ച ചെയ്തൊരു കാര്യമാണ്. അപ്പോൾ കേരളത്തിലെ മാധ്യമങ്ങളെയൊക്കെ ഈ വിലക്കെടുക്കാനായിട്ട് അധികം നേരമൊന്നും വേണ്ട. സംഘപരിവാറിന് കോൺഗ്രസ്സുകാർ വിചാരിച്ചാൽ പറ്റുമെന്ന് എനിക്കറിയില്ല. അവസാനം അത് സംഘപരിവാറിൻ്റെ കീശയിൽ കൊണ്ടുവിടുന്ന സാഹചര്യമായി മാറും എന്ന് ഉള്ള കാര്യം ഞാനൊന്ന് ഓർപ്പിക്കണം. ഒറ്റ കാര്യം കൂടെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കും. ഒറ്റ കാര്യം കൂടെ, ഇതെല്ലാം ചെയ്യുന്ന വെച്ചാൽ ഇന്ത്യ മഹാരാജ്യത്തെ ഏറ്റവും കൂടുതൽ എതിർക്കുന്ന അദാനിയെ എതിർക്കുന്ന ആളാരാ? രാഹുൽ ഗാന്ധിയാണ്. ഇത് ഈ പറയുന്ന പ്രോസസ്സ് എല്ലാം ചെയ്തിട്ട് സതീശനെ തന്നെ വിളിക്കുന്നത് നെഹ്റുവിയൻ സോഷ്യലിസ്റ്റാണെന്നുള്ളതാണ് അതിൻ്റെ ഐറണി എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടായിരുന്നെങ്കിൽ അത് പോയി തൂങ്ങിച്ചത്തേനെ. ക്രോണി ക്യാപിറ്റലിസത്തിൻ്റെ പീക്കിൽ നിന്നുകൊണ്ട് നിങ്ങൾ ക്യാപിറ്റലിസത്തിൽ തന്നെ കോമ്പീറ്റ് ചെയ്യാൻ അനുവദിക്കുക. അതില്ലാതെ ഒളിഗോപ്പൊളിയിൽ നിന്ന് ഒരാളെ മൊണോപ്പൊളി കളിച്ച് വിടാനായിട്ട് ശ്രമിക്കുന്ന, അതിന് അനുവാദം കൊടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു BJP സർക്കാരിന് അതിന് ഇൻലൈനായിട്ട് നിന്ന് പ്രവർത്തിക്കുകയും പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് വേണമെന്ന് പറയുകയും ചെയ്യുക. എന്നിട്ട് നമ്മളെ ഡെഫിനിഷൻ പഠിപ്പിക്കുക. പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റും പ്രൈവറ്റൈസേഷനും തമ്മിലുള്ള ഡിഫറൻസ് നമുക്കൊന്നും അറിയത്തില്ല. പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങിയ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പ്രൈവറ്റൈസേഷനിലേക്ക് പോകാതിരുന്നിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അത് ഓട്ടോമാറ്റിക്കലി അവരുടെ പിടിയിലേക്ക് പോകുന്ന രീതിയിലായിരിക്കും കാര്യങ്ങൾ നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കോൺഗ്രസ് രാവിലെ ഉച്ചയ്ക്കും ഈ പുട്ടിന് തേങ്ങ വെക്കുന്നത് പോലെ നെഹ്റുവിയൻ സോഷ്യലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്നത് എന്താണെന്ന് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ കൈയെടുത്ത് തൊഴാനാണ് തോന്നുന്നത്. റൈറ്റ്. ഞാൻ ആ ചോദ്യത്തിൽ കുറച്ചുകൂടി വിപുലമായൊരു തലമായിരുന്നു ലാൽകുമാർ ഉണ്ടായിരുന്നത്. അതിലേക്ക് പോകാൻ വേണ്ടിയല്ല. അതായത് VD സതീശൻ എന്ന മുഖ്യമന്ത്രി കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും അധികം നേരിടുന്ന വിമർശനവും ഗുരുതരമായ ചോദ്യവും ഈ സർക്കാരിനെ, UDF സർക്കാരിനെ വളരെ കൃത്യമായ സംഘ്പരിവാർ ആലയിലേക്ക്, BJP ഡീലിലേക്ക്, അതിൻ്റെ ഒരുപാട് ഷെയ്ഡ്സും അനുഭവങ്ങളും ഉദാഹരണങ്ങളും വന്നു കഴിഞ്ഞു.
അതിലേക്ക് എത്തപ്പെട്ടത് വയാ വിഴിഞ്ഞമാണോ എന്ന് ഞാൻ ചോദിച്ചത് വിഴിഞ്ഞം തുറമുഖം എന്നുള്ളതല്ല. ഇന്ന് ഈ ചർച്ചയിൽ ഏറ്റവും അധികം നിൽക്കുന്ന ആ വയാ വിഴിഞ്ഞത്തിനകത്ത് അദാനിയാണ്. അപ്പോൾ ഈ ഡീലിനകത്തെ ഒരു കോർ പ്ലേ നടത്തിയത് അവരാണോ എന്നുള്ളതായിരുന്നു എൻ്റെ വയാ വിഴിഞ്ഞം എന്നുള്ളതിൽ മെൻഷൻ ചെയ്ത ഒരു കാര്യം എന്ന് ലാലിസ് കേട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു.